ഹണിറോസിനെതിരായ പരാമർശം അവഹേളിക്കാനായിരുന്നില്ല എന്നാണ് വ്യവസായി ബോബി ചെമ്മണ്ണൂരിന്റെ മൊഴി. വേദിയിൽ മാത്രമായി പറഞ്ഞ പരാമർശം വളച്ചൊടിക്കപ്പെട്ടു. ഹണിറോസ് ഇപ്പോൾ പരാതി നൽകിയതിൽ ചില പൊരുത്തക്കേടുണ്ടെന്നും അന്വേഷണവുമായി സഹകരിക്കുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. വിഷ്ണു സുരേഷ് ഉണ്ട്. വെരി ഗുഡ് മോർണിംഗ് വിഷ്ണു. അപ്പോൾ നാടകീയമായൊരു ദിനമായിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അപ്പോൾ ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നു. സ്വാഭാവികമായിട്ടും ജാമ്യ ഹർജി ഉണ്ടാകും. എന്തൊക്കെ വാദങ്ങൾ നിരത്തുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണുന്നത്. എന്തായാലും മൊഴി ഇന്നലെ രേഖപ്പെടുത്താൻ ഹണിറോസും പോലീസ് സ്റ്റേഷനിൽ എത്തിയ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിന് നന്ദി രേഖപ്പെടുത്തുന്നതൊക്കെ ഹണിറോസിന്റെ പ്രതികരണമൊക്കെ വന്നതാണ്. അപ്പോൾ എന്താണ് കേസിന്റെ ഒരു നിലവിലെ ഒരു സ്റ്റേറ്റസ്? ഒപ്പം ഇന്നത്തെ ബോബി ചെമ്മണ്ണൂരിന്റെ ഒരു നീക്കം അത് ഏത് രീതിയിലായിരിക്കും? ഗുഡ് മോർണിംഗ് പ്രവീൺ പ്രജിത. ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നടപടി ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളതാണ്. 11 മണി കൂടിയായിരിക്കും എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 2-ൽ ബോബി ചെമ്മണ്ണൂരിനെ ഹാജരാക്കുക. ആ ഘട്ടത്തിൽ സർക്കാർ ഈ കസ്റ്റഡിയൽ ഇൻട്രോഗേഷൻ അടക്കം ആവശ്യപ്പെടുമെന്ന് നമുക്ക് വിവരം ലഭ്യമാകുന്നുണ്ട്. പക്ഷേ നിലവിൽ അഭിഭാഷകരും അടക്കമായി സംസാരിക്കുമ്പോൾ അവർ വലിയ കോൺഫിഡൻസിലാണ്. കാരണം സാധാരണഗതിയിൽ ഇത്തരം വകുപ്പുകൾ ചുമത്തിയാൽ കോടതിയിൽ നിന്ന് ജാമ്യം അനുവദിക്കാറുണ്ട്. അന്വേഷണവുമായി സഹകരിക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ ജാമ്യം നൽകും. നേരത്തെ ഈ കേസ് സമാനമായ പരാതി ഷാജി എന്നൊരാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തിരുന്നു. അയാൾക്ക് ഇടക്കാല ജാമ്യം കോടതി അനുവദിച്ചിരുന്നു. അതുകൊണ്ട് ആ ഒരു പശ്ചാത്തലം കൂടി ചൂണ്ടിക്കാണിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ബോബി ചെമ്മണ്ണൂരിൻ്റെ മൊഴി ഇന്നലെ രാത്രിയോടുകൂടി ഒരു പ്രാഥമിക മൊഴിയെടുപ്പ് ഇന്നലെ നടന്നിട്ടുണ്ട്. അതിൽ അദ്ദേഹം ചില കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് താൻ മാധ്യമങ്ങളോട് പറഞ്ഞ അതേ സമാനമായ രീതിയിൽ തന്നെയാണ് പോലീസിനോടും പറഞ്ഞത്. താൻ ആരെയും അവഹേളിക്കണമെന്ന ഉദ്ദേശത്തിലല്ല അത്തരത്തിലൊരു പരാമർശം നടത്തിയത്. മുൻകൂട്ടി തീരുമാനിച്ചിരുന്നില്ല. ആ വേദിയിൽ വെച്ച് അങ്ങ് പറഞ്ഞതാണ്. അതിനപ്പുറത്തേക്ക് മറ്റൊരു മാനം അതിന് നൽകേണ്ടി വരുമെന്നോ അല്ലെങ്കിൽ അത്തരത്തിൽ വളച്ചൊടിക്കപ്പെടുമെന്നോ തനിക്ക് അറിയില്ലായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം 4 മാസം മുമ്പ് നടന്നൊരു സംഭവമാണ്. അതിൽ ഇപ്പോൾ പരാതി വരുന്നതിൽ ചില പൊരുത്തക്കേടുകളും ബോബി ഉണ്ട് എന്ന് ചില സംശയങ്ങളൊക്കെ അദ്ദേഹം ഉയർത്തിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം ബോബി ചെമ്മണ്ണൂരിൻ്റെ മൊബൈൽ ഫോൺ ഇന്നലെ പോലീസ് പിടിച്ചെടുത്തിരുന്നു. ഐഫോണാണ്. അത് ഇന്നലെ പിടിച്ചെടുത്ത് ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില തെളിവുകളൊക്കെ ഉണ്ടാകുമെന്ന് പോലീസ് പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് ഇതൊരു IT കേസ് കൂടിയാണ്. അതുകൊണ്ട് അത്തരം തെളിവുകൾ സാധൂകരിക്കുന്നതിന് വേണ്ടി സംഘടിപ്പിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം പോലീസിന് ഈ ഫോൺ പരിശോധന അനിവാര്യമാണ്. ഇന്ന് ഈ റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടി ബോബി ചെമ്മണ്ണൂർ സമാനമായ രീതിയിൽ ഇത്തരത്തിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയിട്ടുള്ള വീഡിയോ ക്ലിപ്പിങ്ങുകളടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതടക്കം റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശിക്കും. എന്നാൽ മാത്രമായിരിക്കും ജാമ്യം നിഷേധിക്കുന്നതോ അല്ലെങ്കിൽ കസ്റ്റഡിയൽ ഇൻട്രോഗേഷനോ എന്നുള്ള പോലീസിൻ്റെ ആവശ്യം അംഗീകരിക്കപ്പെടുക. പക്ഷേ ഇതിനെല്ലാം അപ്പുറത്ത് ഇത് കേസിലേക്കോ ശിക്ഷയിലേക്കോ ഒന്നും പോയില്ല എങ്കിൽ പോലും ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ബോബി ചെമ്മണ്ണൂർ ഒരു ദിവസം ആ എറണാകുളം പോലീസ് സ്റ്റേഷനിലെ സെല്ലിൽ കിടന്നു എന്നുള്ളതാണ്. കാരണം സുബലോലുപതയുടെ പരകോടിയിൽ നിന്ന് ഒരൊറ്റ വാക്കിൻ്റെയോ നാവുപിഴയൊന്നും വിശേഷിപ്പിക്കാനാവില്ല. എന്നാൽ പോലും ഒരു വാക്കിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ഇന്നലെ വളരെ കൃത്യമായ ഇടപെടലിനെ തുടർന്ന് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ബോബി ചെമ്മണ്ണൂർ സ്വപ്നത്തിൽ പോലും ഇങ്ങനെ ഒരു നീക്കം കേരള പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ല. അദ്ദേഹം സാധാരണ ഒരു രാവിലെ പോലെ തന്നെ എഴുന്നേൽക്കുന്നു, പുറത്തേക്ക് ഇറങ്ങുന്നു, അദ്ദേഹത്തിൻ്റെ ഷോപ്പ് ഉദ്ഘാടനത്തിന് വേണ്ടി പോകുന്നു. അതിനിടയിലാണ് കേരള പോലീസ് അപ്രതീക്ഷിതമായി വയനാട്, അതായത് പരാതി നൽകി 2-ാം മണിക്കൂറിൽ ഇവിടെ നിന്ന് പുറപ്പെടുകയാണ് സെൻട്രൽ പോലീസിൻ്റെ ടീം. അങ്ങനെ രാവിലെയോടെ അവിടെ ലൊക്കേറ്റ് ചെയ്ത് എത്തി ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് നൽകുന്നൊരു സന്ദേശം കേരള പോലീസ് മുന്നോട്ട് വെക്കുന്നത് ഈ സൈബർ ലിഞ്ചിങ്ങും സൈബർ ബുള്ളിങ്ങും പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ആ കാര്യങ്ങളിലെല്ലാം ഞങ്ങൾ നടപടി കടുപ്പിക്കുകയാണ്. മുൻപത്തെ പോലെയല്ല. ഇനി ആരാണെങ്കിലും ഈ ഫേക്ക് ഐഡികളാണെങ്കിലും മറഞ്ഞിരുന്നൊക്കെ ആക്രമിക്കുന്നവർ നിങ്ങൾ ജാഗ്രതയോടെ ഇരിക്കുക. നിങ്ങളുടെ ഇടയിലേക്ക് ഞങ്ങൾ എത്തും, നിങ്ങളെ പിടികൂടും. ഫേക്ക് ഐഡിയാണ്, ഞങ്ങളെ പിടികൂടില്ല എന്ന് ആശ്വസിക്കേണ്ട. ബോബി ചെമ്മണ്ണൂരിനെ പിടികൂടാമെങ്കിൽ ഒരു സാധാരണക്കാരൻ്റെ അടുത്തേക്ക് ഞങ്ങൾക്ക് എത്താൻ വലിയ ബുദ്ധിമുട്ടില്ല എന്ന സന്ദേശവും കേരള പോലീസ് ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. ഹണിറോസിന്റെ മൊഴി കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ രേഖപ്പെടുത്തി. വിഷ്ണു, അതിലൊരു ചോദ്യം കൂടിയുണ്ട്. വിഷ്ണു, എത്ര പേരെ നിലവിൽ ഈ സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട് പോലീസ് പിടികൂടിയിട്ടുണ്ട്? പ്രവിധ 20 പേരെയാണ് തിരിച്ചറിഞ്ഞത്. 30 പേർക്കെതിരെയാണ് കേസ്. അതിൽ ഒരാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകളെ ഉടൻ പിടികൂടും. പ്രത്യേകിച്ച് ഇതര ജില്ലക്കാരാണിവർ. എറണാകുളത്ത് നിന്നുള്ള ഒരാൾ മാത്രം എന്നാണ് ഇന്നലെ DCP സംസാരിച്ചത്. ബാക്കിയുള്ള ആളുകൾ ഇതര ജില്ലക്കാരാണ്. അതോടൊപ്പം തന്നെ ഫേക്ക് അക്കൗണ്ടുകളുമുണ്ട്. അപ്പോൾ ഈ അക്കൗണ്ടുകൾ ലൊക്കേറ്റ് ചെയ്യാനുള്ള ശ്രമത്തിലേക്ക് അന്വേഷണ സംഘം കടന്നിട്ടുണ്ട്. ഫേസ്ബുക്കിനോട് വിവരങ്ങൾ തേടിയിട്ടുണ്ട്. ഇപ്പോൾ ഫേസ്ബുക്ക് വിവരം നൽകിയില്ല എങ്കിൽ പോലും ഈ IP അഡ്രസ്സും അതോടൊപ്പം തന്നെ ലൊക്കേഷൻ ടവറും കേന്ദ്രീകരിച്ച് ഇവരുടെ അറസ്റ്റ് ഉണ്ടാകും. ഈ അറസ്റ്റുകൾ ഉറപ്പായി നടത്തുമെന്നാണ് പോലീസ് പറയുന്നത്. കാരണം 20 പേരെ
തിരിച്ചറിഞ്ഞ പശ്ചാത്തലത്തിൽ അറസ്റ്റ് നടക്കാതിരിക്കുക എന്നുള്ളത് അനിവാര്യതയാണ്. ഒപ്പം ഈ കമൻ്റ് ഇടുന്ന ആളുകളുണ്ട് ഇത്തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ അനാവശ്യമായി വെറുതെ ഈ സെലിബ്രിറ്റികളുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും സാധാരണക്കാരായ സ്ത്രീകളെയൊക്കെ ഒരു കാരണവുമില്ലാതെ അവരെ കമൻറ്റ് ബോക്സിൽ വന്ന് ആക്രമിക്കുന്ന ആളുകളുണ്ട്. അവർക്കൊരു മുന്നറിയിപ്പ് എന്ന നിലയിൽ കൂടി കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. എറണാകുളം സെൻട്രൽ ACP ജയകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. അവരുടെ കൃത്യമായ നീക്കങ്ങൾ ഇതിനോടകം തന്നെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ആ നീക്കങ്ങൾ തുടർന്നും ഉണ്ടാകും. ഒപ്പം ഇനി ബോബി ചെമ്മണ്ണൂരിനെതിരെ പുതിയ ഏതെങ്കിലും പരാതികൾ വരുമോ എന്നുള്ളതും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അത്തരത്തിൽ ഈ ദ്വയാർത്ഥ പ്രയോഗം ആദ്യമായി ഹണി റോസിനെതിരെ മാത്രമല്ല അദ്ദേഹം നടത്തുന്നത്, ഇതിനു മുമ്പും ഈ ഓൺലൈനിലൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരം പരാതികളുടെ ഒരു സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. പ്രവിത. വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങൾ. എന്തായാലും പൊതുമണ്ഡലം വലിയ രീതിയിൽ ഈ വിഷയം ചർച്ചയാക്കുന്നുണ്ട് അല്ലെ? അതിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ മാത്രമല്ല മറ്റിടങ്ങളിലൊക്കെ വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. എന്തായാലും പോലീസിന് ഒരു വലിയ അപ്രിസിയേഷൻ നൽകുന്നു എല്ലാവരും. കാരണം എന്താണ് പണത്തിന്റെ ഒന്നും ഒരു രീതിയിലുള്ള സ്വാധീനവുമില്ല ഇത്തരം കേസുകൾ. അത് ആരായാലും അത് ഹണി നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. മുഖ്യമന്ത്രി ഉറപ്പായും നടപടിയെടുക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു എന്നും ഹണി റോസ് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇടപെടൽ അത് തീർച്ചയായും ആശാവഹമാണ്. തുടർന്നുള്ള നാളുകളിലും ഇത്തരം സൈബർ ആക്രമണം ഉൾപ്പെടെ, അതായത് ഇത്തരം ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെയുള്ള ആക്ഷേപം, അതോടൊപ്പം തന്നെ സൈബർ ആക്രമണം, ഇതിലൊക്കെ ഒരു പിന്തുണ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പരാതിക്കാർക്കുണ്ടാകും എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം.